മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിന്റെ താളം തെറ്റിയലയുന്ന ഒരു യുവാവ് ഷാർജ സജാ വ്യവസായ മേഖലയിലെ പ്രവാസികളുടെ നൊമ്പരമായി മാറിയിരിക്കുകയായിരുന്നു. കയ്യിലെ പണവും പാസ്പോർട്ടും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഇദ്ദേഹം കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ യുവാവിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ വഴി തേടുകയും ചെയ്തു സജാ മേഖലയിലെ പ്രവാസികൾ. ഒരാഴ്ച മുമ്പാണ് ഈ യുവാവിനെ ഷാർജ സജാ മേഖലയിൽ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. ഭക്ഷണം ആവശ്യപ്പെട്ട് കൊടുത്താൽ ഇടയ്ക്ക് കഴിക്കും, അല്ലെങ്കിൽ വലിച്ചെറിയുകയും ചെയ്യും. താമസം ഒരുക്കിയെങ്കിലും ഇവിടെ നിൽക്കില്ല, പെരുവഴിയിലാണ് കിടക്കുന്നത്. സന്ദർശക വിസയിലാണ് ഇദ്ദേഹം ഷാർജയിലേക്ക് എത്തിയത്. കോവിഡ് കാലമായതിനാൽ ചികിത്സയ്ക്ക് ആശുപത്രിയിലാക്കാനും കഴിയുന്നില്ലായിരുന്നു. ഇദ്ദേഹത്തിന്റെ നാട്ടിലെ വിവരങ്ങൾ ലഭ്യമാക്കാനും കഴിഞ്ഞു. പാസ്പോർട്ട് നഷ്ടപ്പെട്ട യുവാവിനെ നിലവിലെ വെല്ലുവിളികൾ മറികടന്ന് നാട്ടിലെത്തിക്കാൻ അധികൃതരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സഹായവും തേടിയിരുന്നു. ഇപ്പോഴിതാ കോഴിക്കോട് സ്വദേശിയെ കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഇൻകാസ് ഏറ്റെടുത്തതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇദ്ദേഹത്തെ സുരക്ഷിതമായി ഷാർജയിലെ ഹോട്ടൽ മുറിയിലേക്ക് മാറ്റിയതായി പ്രസിഡന്റ് YA റഹീം അറിയിക്കുകയും ചെയ്തു. പാസ്പോർട്ട് കണ്ടുകിട്ടാത്തതിനാൽ തന്നെ എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ ശ്രമവും തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി ഷാർജ സജാ വ്യവസായ മേഖലയിലെത്തിയ ഇൻകാസ് ഭാരവാഹികളായ ഷാന്തി, മധു, ജലീൽ, ഷാഫി, സിജോ, ഇടി പ്രകാശ് എന്നിവർ ഇദ്ദേഹത്തെ കണ്ടെത്തി കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രങ്ങൾ മാറ്റി ഷാർജയിലെത്തിക്കുകയായിരുന്നു. ഷാർജ അൽ ഖാസ്മി ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയാണ് ഹോട്ടൽ മുറിയിലേക്ക് മാറ്റിയത്. ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ടും പേഴ്സും മൊബൈലും ലഭിക്കുന്നവർ 0556320994 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് YA റഹീം അറിയിക്കുകയും ചെയ്തു. പാസ്പോർട്ട് ലഭിച്ചാൽ തന്നെ 2 ദിവസത്തിനകം കുന്നമംഗലം സ്വദേശിയായ യുവാവിനെ നാട്ടിലേക്ക് കയറ്റിവിടാൻ സാധിക്കുകയും ചെയ്യും. പാസ്പോർട്ട് ലഭിക്കുന്നില്ലെങ്കിൽ എംബസിയിൽ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള നടപടികൾക്കായി കാത്തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഷാർജ സജയിൽ ഒരു കാർപ്പൻറ്ററി സ്ഥാപനത്തിൽ വിസിറ്റ് വിസയിൽ ജോലി ചെയ്തിരുന്ന യുവാവ് മാനസിക നില തെറ്റി അലയുന്നത് പ്രദേശത്തെ പ്രവാസികളുടെ നൊമ്പരമായി മാറിയിരുന്നു. മെഹ്റൂഫ്, രതീഷ് എന്നിവർ യുവാവിന് താമസവും ഭക്ഷണവും ഒരുക്കി നൽകിയെങ്കിലും യുവാവ് പലപ്പോഴും സ്വബോധം നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത് ഇവർക്ക് തലവേദനയും സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് വാർത്തകൾ വന്നതോടെയാണ് നാട്ടിൽ നിന്നും നിരവധി പേർ പ്രശ്നത്തിൽ ഇടപെടാൻ സാധിച്ചത്. സാമൂഹിക പ്രവർത്തകൻ നൌഷാദ് തെക്കയിൽ യുവാവിനെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്കും UAE ഇന്ത്യൻ എംബസിക്കും നിവേദനവും നൽകി കഴിഞ്ഞു. ഇതിനിടയിലാണ് ഇൻകാസ് പ്രവർത്തകർ യുവാവിനെ ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്തെത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.